ഹായ് ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്കോമഡേഷൻ ആൻഡ് മെജോറിറ്റേറിയനിസം എന്താണെന്നുള്ളതാണ്. ബെൽജിയത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന രീതിയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ബെൽജിയത്തിൻ്റെ എത്നിക് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡച്ച് 59%, ഫ്രഞ്ച് 40%, ജർമ്മൻ 1%. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസീൽസിൽ 80% ഫ്രഞ്ച്, 20% ഡച്ച്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് കോൺഫ്ലിക്റ്റിലോട്ട് നയിച്ചു. ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും തമ്മിൽ കോൺഫ്ലിക്റ്റിലോട്ട് നയിച്ചു. അപ്പം ബെൽജിയം സ്വീകരിച്ച മോഡലാണ് അക്കോമഡേഷൻ രീതി എന്ന് പറയുന്നത്. ഈക്വൽ നമ്പർ ഓഫ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് മിനിസ്റ്റേഴ്സ് വന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഓട്ടോണമി കൊടുത്തു. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഗവൺമെൻറ് ഫോർ ബ്രസീൽ വിത്ത് ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ബെൽജിയത്തിൽ മാത്രം അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രീതിയായിരുന്നു. മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യമാണ്. ശ്രീലങ്കയുടെ എത്നിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഹള 74%, തമിഴ് 18%. തമിഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, ശ്രീലങ്കൻ തമിഴ്സും ഇന്ത്യൻ തമിഴ്സും. ഇന്ത്യൻ തമിഴ്സായിരുന്നു ന്യൂനപക്ഷം ഉണ്ടായിരുന്നത്. ശ്രീലങ്കയ്ക്ക് 1956 സിംഹള സോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവർ മാറ്റി. 1948 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം അവർ സിംഹളയ്ക്ക് മാത്രമേ പ്രാധാന്യം കൊടുത്തിരുന്നുള്ളൂ. അതുപോലെ തന്നെ ജോബ്സും എല്ലാം സിംഹള സ്പീക്കിംഗ് ആൾക്കാർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയിട്ട് തമിഴ്സിന് ഏലിനേറ്റഡ് ഫീലിംഗ് വരികയും അവർ സിവിൽ വാറിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതാണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അക്കോമഡേഷനും മെജോറിറ്റേറിയനിസവും.